ഹായ് ഹലോ എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ 9ാമത്തെ ടെസ്റ്റ് പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? വീക്ക്ലി മാത്സ് ടെസ്റ്റിനെ 9ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ അത്തരം ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതും അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഷോർട്ട് കട്ട്സ് എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പൊ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പൊ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് നമ്മള് ഇപ്രാവശ്യം ചെയ്തിരുന്ന എങ്ങനെയായിരുന്നു? 5 ചോദ്യങ്ങൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസണിംഗ് പാർട്ടുമായിരുന്നു നമ്മൾ ഇട്ടിരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? യെസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇപ്രാവശ്യം തന്നിരുന്ന ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഇത്രയും കാലം നമ്മൾ ചെയ്തൊക്കെ ടേബിൾ വെച്ചിട്ടുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു ഇല്ലേ? ഇപ്രാവശ്യം ഒരു പൈ ചാർട്ട് ആയിരുന്നു ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ തന്നിരുന്നത്. സോ പൈ ചാർട്ട് എന്ന് പറയുന്ന സാധനത്തിൽ നമുക്കറിയാം ഒരു റൗണ്ട് ഉണ്ടാവും അല്ലെ? റൗണ്ടിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്തിന്റെ പൈ ചാർട്ട് ആയിരുന്നു അല്ലെ? ദ പെർസെന്റേജ് ഓഫ് പീപ്പിൾ ഹു റീഡ് ന്യൂസ് പേപ്പർ എക്സ് ഇൻ 5 ഡിഫറെന്റ് സിറ്റീസ് ആയിരുന്നു അല്ലെ? 5 ഡിഫറെന്റ് സിറ്റീസിൽ നോയിഡ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ബാംഗ്ലൂരിൽ ആരൊക്കെ കുറച്ച് പേര് ന്യൂസ് പേപ്പർ എക്സ് വായിക്കുന്നുണ്ട്. അതിൽ എത്ര ശതമാനം പേരാണ് അവിടെ വായിക്കുന്നത് എന്നുള്ളത്, മൊത്തം റീഡേഴ്സിൽ എത്ര ശതമാനം പേര് ഈ പറഞ്ഞ 5 സിറ്റീസിൽ നിന്നുണ്ട് എന്നുള്ളതായിരുന്നു തന്നിരുന്നത് അല്ലെ? പിന്നെ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഓഫ് ന്യൂസ് പേപ്പർ എക്സൈസ് 1.5 ലാക്ക് എന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ആ 1.5 ലാക്കിലെ 15% ആണ് ബാംഗ്ലൂരിൽ വായിക്കുന്നവര്, 25% ആണ് നോയിഡയിൽ വായിക്കുന്നവര്, 20% ആണ് ഡൽഹിയിൽ വായിക്കുന്നത്, 30% ആണ് മുംബൈയിൽ വായിക്കുന്നത് ആൻഡ് 10% ആണ് കൊൽക്കത്തയിൽ വായിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ഈ ഒരു പൈസ ചാർട്ടിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? ഇഫ് 60% ഓഫ് ദ റീഡേഴ്സ് ഫ്രം നോയിഡ ആർ ഫീമെയിൽസ് അല്ലെ? നോയിഡയിൽ നിന്ന് വായിക്കുന്ന ആളുകളിലെ 60% ആരാണ്? ഫീമെയിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര മെയിൽ റീഡേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നോയിഡയിൽ എത്ര പേരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ന്യൂസ് പേപ്പർ എക്സ് വായിക്കുന്നത് എന്നുള്ള സാധനം കണ്ടുപിടിക്കണം അല്ലെ? പച്ച കളറിൽ 25% ആണ് നോയിഡയിൽ ടോട്ടൽ റീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അല്ലെ? അപ്പൊ 1.5 ലക്ഷത്തിന്റെ എത്ര പെർസെന്റേജ് കാണണം? 25% നമ്മൾ ആദ്യം കാണണം അല്ലെ? എന്നിട്ട് അതിന്റെ എത്ര പെർസെന്റേജ് കാണണം? 1.5 ലക്ഷത്തിന്റെ അല്ലെ? 1,50,000 25% ആദ്യം കാണാം. സോ നമുക്ക് തൽക്കാലം ഇങ്ങനെ എഴുതാം. നമുക്കറിയാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി ചെയ്യണമെങ്കിൽ അങ്ങനെ കേട്ടോ. അപ്പൊ 25% കണ്ടോ? ഇനി അതിൽ എത്ര മെയിൽ റീഡേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 60% ആയി ഏത് റീഡേഴ്സ് ആണ്? ഫീമെയിൽ റീഡേഴ്സ് ആണ്. അപ്പൊ എത്ര പെർസെന്റേജ് ആയിരിക്കും മെയിൽ റീഡേഴ്സ്? ഓഫ് കോഴ്സ് അല്ലെ, ബാക്കിയുള്ളവര് മെയിൽ റീഡേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 40% മെയിൽ റീഡേഴ്സ് ആയിരിക്കും. സോ 40/100 കാണാം അല്ലെ? അതായത് നമ്മൾ ആദ്യം 1,50,000-ന് 25% കാണുന്നു, എന്നിട്ട് ഇതിന്റെ എത്ര പെർസെന്റേജ് കാണുന്നു? 40% കാണുന്നു. സോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. നമുക്ക് ഇനി ചെറുതാക്കുകയാണെങ്കിൽ അങ്ങനെ ഇവിടെ 0000 പോയി അല്ലെ? 25 നമുക്കറിയാം 100-ല് 4 പ്രാവശ്യമാണ് പോവാ. 4 40 എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും അല്ലെ? സോ എത്രയാണ്? 1500 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? 15,000 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ എത്ര പേരായിരിക്കും വായിക്കുന്നുണ്ടാവുക? 15,000 മെയിൽ റീഡേഴ്സ് ആയിരിക്കും ന്യൂസ് പേപ്പർ എക്സ് വായിക്കുന്നത്. എവിടെ? നോയിഡയില്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ 1,50,000-ന്റെ 25% കാണാം. അതായത് 1,50,000-ന്റെ 25% എന്ന് പറയുമ്പോൾ ബൈ 4 ആണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? 1,50,000-ന്റെ 50% എന്ന് പറയുമ്പോൾ 75,000 ആയിരിക്കും. അതിന്റെയും പകുതി ആയിരിക്കും എന്ത്? 37,500 ആയിരിക്കും ഏതെന്ന് പറയുന്ന സാധനം നമ്മുടെ 25% എന്ന് പറയുന്നത്. അപ്പൊ 37,500 പേര് മൊത്തത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ 40% നമ്മൾ കണ്ടുവരും. 3,750 ആണ് 10% ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 15,000 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഈ ഒരു ലെവലിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തെത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തെത്തിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റീഡേഴ്സ് ഫ്രം നോയിഡ ആൻഡ് ബാംഗ്ലൂരു ടുഗദർ വിത്ത് ദ ടോട്ടൽ റീഡേഴ്സ് ഫ്രം ഡൽഹി ആൻഡ് മുംബൈ ടുഗദർ. എന്ന് വെച്ചാൽ എന്തിന്റെയൊക്കെ ഡിഫറൻസ് കണ്ട് ആദ്യം നമ്മൾ കാണുന്നത് നോയിഡയിലും ബാംഗ്ലൂരും കൂടെ എത്ര റീഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? പിന്നെ വിത്ത് ദ എന്ന് പറയുമ്പോൾ അടുത്തതായി ഏതൊക്കെ തമ്മിലാണ് കണ്ടത്? ഡൽഹിയിലും മുംബൈയിലും കൂടെ എത്ര റീഡേഴ്സ് ഉണ്ട് നോക്കണം. അപ്പൊ നോയിഡയിലും ബാംഗ്ലൂരിലും കൂടെ ടോട്ടൽ എത്ര റീഡേഴ്സ് ഉണ്ടെന്നോ ഡൽഹിയിലും മുംബൈയിലും കൂടെ ടോട്ടൽ എത്ര റീഡേഴ്സ് ഉണ്ടെന്നും കണ്ട് അവരുടെ ഡിഫറൻസ് കാണാം. അതാണ് ചോദിച്ചത് അല്ലെ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റീഡേഴ്സ് ഫ്രം നോയിഡ ആൻഡ് ബാംഗ്ലൂരു ടുഗദർ വിത്ത് ദ ടോട്ടൽ റീഡേഴ്സ് ഫ്രം ഡൽഹി ആൻഡ് മുംബൈ ടുഗദർ എന്നാ പറയുന്നത്.
അപ്പൊ നമ്മൾ നോയിഡയിലും ബാംഗ്ലൂരിലും കൂടെ എത്ര പേരുണ്ട് എന്ന് എങ്ങനെ കാണും? നോയിഡയിലും ബാംഗ്ലൂരിലും കൂടെ എത്ര പേരുണ്ട് മൊത്തത്തിൽ റീഡേഴ്സ്? നോയിഡയിലും ബാംഗ്ലൂരിലും നോയിഡയിൽ എത്ര പെർസെന്റേജ് പേരാണ്? യെസ്, നോയിഡയിൽ 25%. പിന്നെ ബാംഗ്ലൂരിലോ? ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഈസ് ആണ് അല്ലെ? സോ നീലക്കട്ട അപ്പൊ എത്രയാണ്? 15%. അപ്പൊ 25% പ്ലസ് 15% എന്ന് പറയുമ്പോൾ 40% ആണ് അവിടെ രണ്ട് ഭാഗത്തും ഉള്ളത്. ഇനി അടുത്ത ഏതിന്റെയൊക്കെയാണ്? ഡൽഹിയുടെയും മുംബൈയുടെയും കൂടെ കാണാം അല്ലെ? ഡൽഹിയിൽ ഈ കളറുള്ളത് ഡൽഹി 20 ആൻഡ് മുംബൈയിൽ 30%. അപ്പൊ എത്ര പെർസെന്റേജ് ആയി? 20% പ്ലസ് 30% പറയുമ്പോൾ 50% ആയി. ഇവിടെ നമ്മൾ ഡിഫറൻസ് കാണാൻ പറഞ്ഞാലോ എത്ര പെർസെന്റേജ് ആണ് കാണേണ്ടത്? 15% മൈനസ് 50% മൈനസ് 40%. കാരണം മുംബൈയിലും ഡൽഹിയിലും കൂടെ എത്ര പേരാണ്? 50%. അല്ലേ? ആൻഡ് നോയിഡയിലും പിന്നെ എവിടെയും കൂടെയാണ്? ബാംഗ്ലൂരും കൂടെ 40% ആളുകളാണ് ന്യൂസ് പേപ്പർ എക്സ് വായിക്കുന്നത്. സോ അതിന്റെ ഡിഫറൻസ് കാണാൻ പറയുമ്പോൾ നിങ്ങൾ ഈ 50% കണ്ട് പിന്നെ 40% കാണാം, അങ്ങനെ ഡിഫറൻസ് ഒന്നും കാണണ്ട. ജസ്റ്റ് പെർസെന്റേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കാണാം. 50% മൈനസ് 40%. കാരണം ഇതിലെല്ലാത്തിലും നമ്മൾ ഈ 1.5 ലക്ഷത്തിന്റെ വെച്ച് തന്നെയാണ് പെർസെന്റേജുകൾ കാണാൻ പോകുന്നത്. സോ അപ്പോൾ പെർസെന്റേജ് ഡിഫറൻസ് ആദ്യം കണ്ടാൽ മതി. 50% മൈനസ് 40% എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് ആയിരിക്കും? 10% ആയിരിക്കും. ആ 10% എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. ഏതിന്റെ? 1.5 ലക്ഷത്തിന്റെ 10% എത്രയാണ്? 1.5 ലക്ഷത്തിന്റെ 10% എത്രയായിരിക്കും? 15,000 അല്ലെ? അപ്പൊ നമുക്ക് അവിടെ വേറെ ഡൗട്ട് ഒന്നും വേണ്ട. സോ ദ ആൻസർ ഈസ് 15,000 ഹിയർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഓരോന്നിന്റെയും പെർസെന്റേജ് കണ്ടുപിടിച്ച് അവരെ തമ്മിൽ ആദ്യം കൂട്ടി പിന്നെ ഡിഫറൻസ് കാണാൻ പറയുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ സമയം വെറുതെ പോകും. ആദ്യം പെർസെന്റേജുകൾ തമ്മിൽ ഇവിടെ ആരൊക്കെ തമ്മിലുള്ളതാണ് പറയുന്നത്? നോയിഡയും ബാംഗ്ലൂരും ടുഗദർ എത്ര പേരുണ്ട് നോക്കണം. ആൻഡ് ഡൽഹിയിലും മുംബൈയിലും ടുഗദർ എത്ര പേരുണ്ട് നോക്കണം. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. സോ പെർസെന്റേജുകൾ തമ്മിലുള്ള ആദ്യം ആഡ് ചെയ്യണം. നോയിഡയിലും ബാംഗ്ലൂരിലും തമ്മിൽ ആഡ് ചെയ്യണം. പിന്നെ ഡൽഹിയിലും മുംബൈയിലും തമ്മിൽ ആഡ് ചെയ്യണം. എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇത്രേ ഉള്ളൂ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ടോട്ടൽ റീഡേഴ്സ് ഓഫ് സിറ്റീസ് വിത്ത് ഹൈയസ്റ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് ആൻഡ് ലോവസ്റ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് അല്ലെ? ഫൈൻഡ് ദ ടോട്ടൽ റീഡേഴ്സ് ഓഫ് സിറ്റീസ് വിത്ത് എന്താണ്? ഹൈയസ്റ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് എവിടെയാണ്? ലോവസ്റ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് എവിടെയാണ്? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. സോ ഹൈയസ്റ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് എവിടെയാണ്? അപ്പൊ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഹൈയസ്റ്റ് നമ്പർ ഓഫ് റീഡേഴ്സ് 15%, 25%, 20%, 30%, 10% എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് ഉള്ളത് 30% ആണ്. ആൻഡ് പിന്നെ ലോവസ്റ്റ് നമ്പർ എത്രയാണ്? 10% ആണ് അല്ലെ? തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് പെർസെന്റേജ് 10%, ഏറ്റവും ഹൈയസ്റ്റ് 30% ആണ്. സോ അത് രണ്ടും കൂടി എന്ത് ചെയ്യണം? കൂട്ടണം അല്ലെ? ഫൈൻഡ് ദ ടോട്ടൽ റീഡേഴ്സ് ഓഫ് സിറ്റീസ് ടുഗദർ പറയുമ്പോൾ 30% പ്ലസ് 10% എത്ര പെർസെന്റേജ് ആയിരിക്കും? 40% ആയിരിക്കും. അപ്പൊ എന്തിന്റെ 40%? 1.5 ലക്ഷത്തിന്റെ 40% ആയിരിക്കും നമ്മൾ കാണേണ്ടി വരിക. സോ 1.5 ലക്ഷത്തിന്റെ 40% എത്രയായിരിക്കും? 1.5 ലക്ഷത്തിന്റെ 10% 15,000 അല്ലെ? 20% 30,000. അപ്പൊ 40% ഓട്ടോമാറ്റിക്കലി എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി ആയിട്ടുള്ള 60,000 ആയിരിക്കും. സോ ഇവിടുത്തെ ആൻസർ എത്രയാ? 60,000. ഉണ്ടോ? ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 60,000. 60,000 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഇൻ ഡൽഹി ഇസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഇൻ ബംഗളൂരു അല്ലെ? ബംഗളൂരുവിലെ നമ്പർ ഓഫ് റീഡേഴ്സിനേക്കാൾ എത്ര കൂടുതലാണ് ഡൽഹിയിലെ റീഡേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് അറിയാലോ എന്ത് ചെയ്യണം? ആദ്യം ഡിഫറൻസ് കണ്ടുപിടിച്ച് ഡൽഹിയിലെയും ബാംഗ്ലൂരിലെയും ആളുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് മുകളിൽ എഴുതണം. ഡിവൈഡഡ് ബൈ ബാംഗ്ലൂരിലെ ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സോ ബാംഗ്ലൂരിലെ ആളുകളുടെ എണ്ണം താഴെ എഴുതണം. ഇൻറ്റു 100 എഴുതണം. ഇവിടെ എല്ലാം 1.5 ലാഖിന്റെ തന്നെ 15%, 25%, 30% ഇങ്ങനെയാണല്ലോ കാണുന്നത്. സോ ഇങ്ങനെ ഒരു സെയിം എമൗണ്ടിന്റെ തന്നെ അല്ലെങ്കിൽ സെയിം സംഖ്യയുടെ തന്നെ പെർസെന്റേജുകളാണ് എല്ലാം കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾ പെർസെന്റേജ് ഡിഫറൻസ് മുകളിൽ എഴുതാം. ഡിവൈഡഡ് ബൈ ബാംഗ്ലൂരിന് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് താഴെ എഴുതാം. ഇൻറ്റു 100 ചെയ്താൽ മതി. എന്ത് ചെയ്യണ്ട? അവിടെ എത്ര റീഡേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പെർസെന്റേജുകൾ തമ്മിൽ എടുത്ത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഇൻ ഡൽഹി ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഇൻ ബാംഗ്ലൂരു എന്ന് പറയുമ്പോൾ ഡൽഹിയിലും ബാംഗ്ലൂരിലും കൂടെ എത്ര പേരാണുള്ളത് നോക്കി? ഡൽഹിയില് 20%, അല്ലെ? ബാംഗ്ലൂരിൽ 50%. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5% ആണ് അല്ലെ? സോ 5 താഴെ മുകളിൽ എഴുതി. ഡിവൈഡ് ബൈ എവിടത്തെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? ബാംഗ്ലൂര് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ബാംഗ്ലൂരിൽ 15% ആണ്. സോ 15 താഴെ എഴുതി ഇൻറ്റു 100 എഴുതാം. 5/15 ഇൻറ്റു 100 ചെയ്താൽ മതി. സോ അതിൽ നമുക്കറിയാം 5 15 എന്തിന് കോമൺ ആയിട്ട് പോവും? 5 പോകും അല്ലെ? അപ്പൊ 5 5
പ്രാവശ്യം അല്ലെ 15 5 3 ടൈംസ്. സോ 1/3 into 100 എത്രയാണ്? ഒരു സംഖ്യയെ 3 വെച്ച് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആയിരുന്നു? യെസ്, നമുക്കറിയാം 33 1/3% ആയിരിക്കും. അപ്പൊ 33 1/3% റീഡേഴ്സ് എവിടെ കൂടുതലാണ്? ഡൽഹിയിൽ കൂടുതലാണ്. എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരിനെ വെച്ച്. ഇപ്പോ ക്ലിയർ ആണല്ലോ? യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഫ്രം മുംബൈ ആൻഡ് ഡൽഹി ടുഗദർ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഫ്രം നോയിഡ ആൻഡ് ബാംഗ്ലൂർ ടുഗദർ. അതായത് മുംബൈയിലെയും ഡൽഹിയിലെയും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് എത്ര പെർസെന്റേജ് ആണ് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? നോയിഡയിലും ബാംഗ്ലൂരിലും തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ നമ്പർ ഓഫ് റീഡേഴ്സ് ഫ്രം മുംബൈ ആൻഡ് ഡൽഹി ടുഗദർ. മുംബൈയിലും ഡൽഹിയിലും കൂടെ എത്ര പെർസെന്റേജ് ഉള്ളത് നോക്കി. മുംബൈ ആൻഡ് ഡൽഹി അല്ലെ? അപ്പോ ഈ രണ്ട് മുംബൈയും ഡൽഹിയും. മുംബൈയിൽ 30%, ഡൽഹിയിൽ 20%. സോ എത്ര പെർസെന്റേജ് ആ? 50%. സോ ആ 50 തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഡിവൈഡഡ് ബൈ അടുത്ത എന്താ കാണേണ്ടത്? നോയിഡ ആൻഡ് ബാംഗ്ലൂർ ടുഗദർ. നോയിഡയിലും ബാംഗ്ലൂരിലും കൂടെ എത്ര പേരുണ്ട് നോക്കിക്കേ. നോയിഡയിൽ 25%, ബാംഗ്ലൂരിൽ 50%. സോ 25% പ്ലസ് 50% 40 അല്ലെ? സോ അവിടെ എന്തൊന്നും കണ്ടുപിടിക്കണ്ട നിങ്ങള്. 1,50,000 അത്ര പെർസെന്റേജ് ഒന്നും കണ്ടുപിടിക്കണ്ട കേട്ടോ. കാരണം ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തൊക്കെ തമ്മിലാണ്? ഈ പെർസെന്റേജുകൾ തമ്മിൽ തന്നെ കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. സോ 50/40 into 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? ഇവിടെ 0യും ക്യാൻസൽ ആയി പോകും. 4 100ൽ എത്ര ആവശ്യം? 25 ടൈംസ്. 25 into 5 എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് ആയിരിക്കും? 125% ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 125%. അപ്പോ എത്രയായിരിക്കും വരിക? 125% ആളുകളായിരിക്കും എവിടെ വായിക്കുന്നുണ്ടാവുക? കൂടുതലല്ല, മുംബൈയിലും ഡൽഹിയിലും കൂടെ വായിക്കുന്നവര് നമ്മുടെ എവിടെ നോയിഡയിലും ബാംഗ്ലൂരിലും കൂടെ വായിക്കുന്ന ആളുകൾ എത്ര പെർസെന്റേജ് ആളുകളാണ്? 125%. അവിടെ കൂടുതൽ കുറവൊന്നുമില്ല. കൂടുതൽ കുറവും കാണുമ്പോൾ നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് വേണം മുകളിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര പെർസെന്റേജ് കൂടുതൽ, എത്ര പെർസെന്റേജ് ആണെന്നുള്ളതാണ് ചോദ്യം. സോ 125%. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പൈ ചാർട്ട് തന്നാലും എന്ത് സംഭവം തന്നാലും പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു 3-4 വീക്കായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും അല്ലെ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പോർഷൻസിലേക്കാണ്. സോ പെർസെന്റേജുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കുറച്ച് ഭാഗങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ സിമ്പിൾ ഇൻട്രസ്റ്റിലേക്കാണ് നമ്മൾ ഇപ്പൊ പോകുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ an amount of 30,000 at 8% per annum for 2 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പൈസ ഇടുന്നു ബാങ്കിൽ, അതിന് ബാങ്ക് ഇത്ര ശതമാനം പലിശ തരാമെന്ന് പറഞ്ഞു. പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് 100 രൂപയ്ക്ക് എനിക്ക് ഇത്ര രൂപ പലിശ തരാം എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 8% per annum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് എനിക്ക് എത്ര രൂപ തരും? 8 രൂപ പലിശ തരും. എത്ര വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക്. എപ്പോഴും പലിശ നിരക്ക് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പൊ അത്രയും രൂപ പലിശ തരും എന്നുള്ളതാണ് പറഞ്ഞത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ഒരിക്കലും പലിശയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. എത്ര രൂപയാണോ നമ്മൾക്ക് ആദ്യം തന്നിരുന്ന പലിശ, അത് തന്നെ അടുത്ത വർഷം തരും, അതിന്റെ അടുത്ത വർഷം തരും, അതിന്റെ അടുത്ത വർഷം തരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നു പോകും. നമ്മൾ ആ 30,000 രൂപ, ഇവിടുത്തെ 30,000 രൂപയാണ്, എത്ര രൂപയാണോ ഞാൻ അവിടെ ഇട്ടിരുന്നത് ആ പൈസ ഇടുന്ന കാലത്തോളം എനിക്ക് ഓരോ വർഷവും സെയിം പലിശ വരും. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലിശയ്ക്ക് കൂടെ പലിശ വരും. കാരണം ആദ്യത്തെ വർഷം കഴിയുമ്പോൾ ഞാൻ ഇട്ട പൈസ അവിടെ കിടക്കുന്നുണ്ട്, പിന്നെ എനിക്ക് പലിശയായിട്ട് കിട്ടിയ പൈസയും കൂടെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ പലിശയായിട്ട് കിട്ടിയ പലിശയും കൂടെ ചേർത്തിട്ട് ഒരു പൈസ ഉണ്ടാവുമല്ലോ. ആ പൈസ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് 10,000 രൂപ ഇട്ടു, 10% പലിശ വരാന്ന് പറഞ്ഞു. അപ്പൊ 1,000 രൂപ എനിക്ക് പലിശ കിട്ടി. അപ്പൊ ഈ 10,000 കൂടെ ചേർത്തിട്ടുള്ള 11,000 രൂപയ്ക്കായിരിക്കും അടുത്ത വർഷം എനിക്ക് 10% പലിശ കിട്ടുക. എന്ന് വെച്ചാൽ 1,100 കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ വർഷം 1000 കിട്ടി, രണ്ടാമത്തെ വർഷം 1,100 കിട്ടി. ഇതിങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ഇൻട്രസ്റ്റിൽ പക്ഷെ അങ്ങനെയല്ല. 10,000 രൂപ നിക്ഷേപിച്ച് 10% പലിശ തരാന്നാ പറഞ്ഞെങ്കിൽ 1000 ആദ്യത്തെ വർഷം കിട്ടും, രണ്ടാമത്തെ വർഷം 1000 കിട്ടും, മൂന്നാമത്തെ വർഷം 1000 കിട്ടും. ഈ 12,000 രൂപയൊക്കെ അവിടെ കിടക്കുന്ന ഒന്നും ബാധകല്ല. മൂന്നാമത്തെ വർഷം എനിക്ക് എത്ര തന്നെ കിട്ടുള്ളൂ? 1000 തന്നെ കിട്ടുള്ളൂ. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട കേസ്, ഇതിന് ഇക്വേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ഇക്വേഷൻ വെച്ച് ഒന്നും അല്ല ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലസ്റ്റ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PNR/100 എന്നുള്ളതാണ്. അതിലെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര രൂപ നിക്ഷേപിച്ചു, പ്രിൻസിപ്പിൾ എന്നുള്ള സാധനമാണ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എത്ര രൂപ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. N എന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്ക്, നമ്പർ ഓഫ് ടേം ആണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ഞാൻ ഒരിക്കലും പറയില്ല, ടേം ആണ് ഉദ്ദേശിക്കുന്നത്. എത്ര കാലത്തേക്ക് നിക്ഷേപിച്ചു എന്നുള്ളതാണ്.
കാരണം R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എത്രയാണ് എനിക്ക് ഒരു വർഷത്തേക്ക് 100 രൂപയ്ക്ക് പലിശ തരാമെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ ഞാൻ പലിശ കേൾക്കും. അതിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുന്നത്. സോ ഈ 3 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. PNR/100 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുകയാണ്, ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ പക്ഷെ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ മനക്കണക്കായി നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം എനിക്ക് എത്ര ശതമാനം പലിശ തരാമെന്ന് പറഞ്ഞു. ആ ഇട്ട ഞാൻ പൈസ ഇട്ടില്ല, അതിന്റെ 5% പലിശയാണ് ഒരു വർഷത്തേക്ക് കിട്ടുക. ഇപ്പൊ 2 വർഷത്തേക്കാകുമ്പോൾ അതിന്റെ ഇരട്ടി, 3 വർഷത്തേക്കാകുമ്പോൾ 3 ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വെച്ച് നോക്കൂ, 30,000-ന് 8% പലിശ തരാന്ന് പറഞ്ഞേക്കണം. അപ്പൊ 30,000-ന് 8% എത്രയായിരിക്കും? 30,000-ന് 1% എത്രയായിരിക്കും? യെസ്, 2 പൂജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ 300 ആയിരിക്കും. അപ്പൊ 8% എന്ന് വെച്ചാൽ ഇൻറ്റു 8 ചെയ്യണം. 300 ഇൻറ്റു 8 എത്ര കിട്ടുക? 2,400 രൂപയായിരിക്കും ഒരു വർഷത്തെ പലിശ. അല്ലെ, 2,400 രൂപയായിരിക്കും ഒരു വർഷത്തെ പലിശ. അതായത് 30,000-ന് 8% കണ്ടുപിടിച്ചു. 30,000-ന് 8% കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും. 30,000-ന്റെ 10% എന്ന് പറയുന്നത് 3,000 ആണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് 2% കുറച്ചാലും മതി. അപ്പൊ 3,000-ന് 2% എത്രയായിരിക്കും? 1% 300 ആയിരിക്കും, അല്ലെ? അപ്പൊ അതിന്റെ 2% എന്ന് വെച്ചാൽ 600 ആയിരിക്കും. അപ്പൊ 3,000-ന് 600 കുറച്ച് 2,600. അല്ലെങ്കിൽ പിന്നെ 1% 300-നെ 8 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 8% കിട്ടും. സോ അങ്ങനെ 2,400 കിട്ടും. സോ അപ്പൊ എന്ത് കിട്ടിയും? 2,400 ആണ് ഒരു വർഷത്തെ പലിശ. പക്ഷെ ഇവിടെ ചോദിക്കുക എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. അപ്പൊ എത്രയായിരിക്കും പലിശ? 2,400 ഇൻറ്റു 2, 4,800 രൂപയായിരിക്കും എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. തിരിച്ചു കിട്ടുന്ന പൈസ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 30,000 പ്ലസ് 4,800, 34,800 രൂപയായിരിക്കും ദ എമൗണ്ട് ദാറ്റ് ഐ വിൽ ഗെറ്റ് ബാക്ക്. ഓക്കെ, എനിക്ക് 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 34,800. ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ ചോദ്യം പലിശയായിരുന്നു. സോ 4,800 നമ്മൾ എഴുതി. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത്ര മാത്രം കണ്ടുപിടിക്കാം. നമ്മൾ ഇട്ട പൈസ എത്ര, അതിന് ഒരു വർഷത്തേക്ക് എനിക്ക് എത്ര പലിശ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എത്ര വർഷത്തേക്കാണ്, അത്രയും വർഷത്തേക്ക് എത്ര പലിശ കിട്ടും. ഇത്ര മാത്രം ആലോചിച്ചാൽ എല്ലാ വർഷവും സെയിം പലിശ ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. അടുത്ത simple interest earned on a certain sum at 6% per annum for 3 years is 900. അല്ലെ, ഫൈൻഡ് ദ സം എന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തില് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സാധനം 900 എത്ര വർഷത്തേക്കാണ് കിട്ടിയേക്കണ? 3 വർഷത്തേക്കാണ് കിട്ടിയേക്കണ, അല്ലെ? അപ്പൊ ഈ 900 3 വർഷത്തേക്ക് കിട്ടിയ ഒരു വർഷത്തേക്ക് എത്രയായിരിക്കും കിട്ടുക? 300 ആയിരിക്കും ഒരു ഇയറിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവുക, അല്ലെ? ഒരു ഇയറിലേക്ക് 300 രൂപയായിരിക്കും കിട്ടുക. അത് ക്ലിയർ ആണല്ലോ? എന്താണ് ചെയ്ത്? 900 ആണ് 3 വർഷത്തേക്ക് കിട്ടിയത്. സോ നമുക്കറിയാം എല്ലാ വർഷവും സെയിം പലിശയായിരിക്കും എന്തിൽ കിട്ടുക? സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടുക. അപ്പൊ ഒരു വർഷത്തേക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 900/3, 300 രൂപ കിട്ടിയിട്ടുണ്ടാവും. ആ 300 എന്നുള്ളത് എന്തിന്റെ 6% ആണ്? ഞാൻ ഇട്ട പൈസയുടെ 6% അല്ലേ? അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ കണക്ക് കൂട്ടാം. അതായത് ഞാൻ ഇട്ട പൈസയുടെ 6% എത്രയാണെന്ന് കണ്ടുപിടിച്ച് അതിനെ വർഷം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുക. സോ ഞാൻ ഇട്ട പൈസയുടെ 6% 300 ആണെങ്കിൽ, സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 1% എത്രയായിരിക്കും? 1% എങ്ങനെ കണ്ടുപിടിക്കും? 300-നെ എത്ര വെച്ച് ഹരിച്ചാൽ മതി? 6 വെച്ച് ഹരിച്ചാൽ മതി, അല്ലെ? 6% 6 വെച്ച് ഹരിച്ചാൽ 1% കിട്ടും. അപ്പൊ അതേപോലെ 300 6 വെച്ച് ഹരിക്കാം. സോ എത്രയാണ് 1%? നമുക്കറിയാം 50 ആയിരിക്കും, അല്ലെ? അപ്പൊ 1% 50 ആണെങ്കിൽ ഞാൻ ഇട്ട പൈസയുടെ 1% 50 ആണെങ്കിൽ അതിന്റെ 100% അല്ലേ നമ്മൾ ഇട്ട പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എത്രയായിരിക്കും 100%? 2 പൂജ്യം കൊടുത്താൽ പോരെ? 50 ഇൻറ്റു 100, 1 ഇൻറ്റു 100 ആണ് 100%. സോ 50 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5,000 രൂപയായിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ടാവുക, അല്ലെ? സോ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 5,000-ന് 6% 300, 300-നെ 300 ഗുണിച്ചാൽ 900 കിട്ടുന്നില്ലേ? സോ ഇങ്ങനെ വേണം നമ്മൾ തിരിച്ചു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് തരും? പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് തരും. ഇത്ര വർഷത്തേക്ക് ഇട്ടു, ഇത്ര രൂപയാണ് എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറയും. സോ അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 3 വർഷം കൊണ്ട് 900 രൂപ കിട്ടിയെങ്കിൽ ഒരു വർഷത്തിൽ എത്രയായിരിക്കും? 900/3, 300. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റിൽ പലിശ മാറുന്നില്ല, എല്ലാ വർഷവും സെയിം പലിശ ആയിരിക്കും കിട്ടാം, അല്ലെ? 900/3, 300 എന്ന് കിട്ടി. അങ്ങനെ 3 വർഷം കൊണ്ട് 300, ഒരു വർഷത്തിൽ 300 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഒരു വർഷത്തെ സാധാരണ പലിശ കണക്കാക്കാറ്? ഞാൻ ഇട്ട പൈസയുടെ എത്ര ശതമാനമാണ് അവിടെ പലിശ തരാന്ന് പറഞ്ഞെന്നുള്ളത് നോക്കിയിട്ടാണ് കണക്ക് കൂട്ടാറ്, അല്ലെ? അപ്പൊ ഈ 300 എന്ന് പറയുന്നത് നമ്മൾ ഇട്ട പൈസയുടെ എത്ര ശതമാനമായിരിക്കും? 6% ആയിരിക്കും. സോ 6% 300 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് ബൈ 6 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. സോ 1% 50 ആണെങ്കിൽ ഞാൻ ഇട്ട പൈസ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഞാൻ എത്ര രൂപയാണ് ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെ? അപ്പൊ 100% എന്ന് വെച്ചാൽ 50 ഇൻറ്റു 100, 5,000 രൂപയായിരിക്കും. സോ 5,000 രൂപ ഇട്ടപ്പോഴായിരിക്കും എനിക്ക് ഇത്രയും പലിശ കിട്ടിയിട്ടുള്ള. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ₹7,000 at the end of 2 years is 980.
അല്ലെ? 7,000 രൂപയ്ക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 980 രൂപ പലിശ കിട്ടി കഴിഞ്ഞാൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 2 വർഷത്തേക്കാണ് എനിക്ക് എത്രയെന്ന് കിട്ടിയേക്കണത്? 980 കിട്ടിയേക്കണം. അപ്പൊ ഒരു വർഷത്തേക്ക് എത്രയായിരിക്കും? 980/2 എത്രയായിരിക്കും? 490 രൂപയായിരിക്കും എനിക്ക് ഒരു വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും. 980ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 490 ആയിരിക്കും. ഓക്കെ, അപ്പൊ 490 എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്ന 7,000ത്തിന്റെ എത്ര ശതമാനമാണ് കണ്ടുപിടിച്ചാൽ പണി തീർന്നില്ലേ? അല്ലേ? 7,000 രൂപയ്ക്ക് എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ അതായിരിക്കും ഒരു വർഷത്തേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ ആ ഒരു വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന 1 ഇയറിലേക്ക് കിട്ടിയിരിക്കുന്ന പലിശയാണ് എത്രയെന്ന് പറയുന്നത്? 490 എന്ന് പറയുന്നത്. സോ 490 ആണ് ഒരു വർഷത്തേക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെ? 490 ആണ് ഒരു വർഷത്തേക്ക് കിട്ടുന്നതെങ്കിൽ, സോ അത് എന്തിന്റെ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് തന്നിട്ടുണ്ട്. 7,000ത്തിന് എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ പോരെ? അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? 7,000ത്തിന്റെ ശതമാനം എത്രയാണ്? 70 ആയിരിക്കും. അല്ലെ? 7,000 ഒരു ശതമാനം എന്ന് പറയുന്നത് 70 ആയിരിക്കും. സോ ഇതിന് എന്തുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 490 കിട്ടാം? നമുക്കറിയാം 70 × 7 ഗുണിച്ചാലാണ് 490 കിട്ടാം. അപ്പൊ 7% ആയിരിക്കും എത്രയെന്ന് പറയുന്ന സാധനം? 490 എന്ന് പറയുന്ന സാധനം. സോ ഇവിടുത്തെ ആൻസർ എത്രയാ? 490. സോറി, 7% ആയിരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. 490 ബൈ എത്ര രൂപയാണ് ഞാൻ ഇട്ടിരുന്നത്? 7,000 × 100 ചെയ്താൽ നമുക്ക് കിട്ടും. ഇവിടുത്തെ 2 പൂജ്യങ്ങൾ വെട്ടിപ്പോയി, ഈ ഒരു പൂജ്യം വെട്ടിപ്പോയി, 7, 49, 7. സോ എത്ര പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി സംഖ്യ 490 അല്ല, നമുക്ക് എത്ര പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്? 490 മുകളിൽ എഴുതാം, ഡിവൈഡഡ് ബൈ ഏത് സംഖ്യയുടെ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ 7,000ത്തിന് എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ 7,000 താഴെ എഴുതാം, × 100 ചെയ്യാം. സോ വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. അപ്പൊ എത്ര ശതമാനത്തിനാണ് ഇട്ടിരിക്കുന്നത്? 7%. ഓക്കെ, അപ്പൊ നമ്മുടെ പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പോകുന്നത് കേട്ടോ. സോ ആ വീഡിയോസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അത് കുറച്ച് സ്പീഡിലാണ് ഇപ്പൊ ഞാൻ ചെയ്തു വരുന്നത്. കാരണം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കലി എക്സാമിന് വേണം. സോ ആ ഒരു സ്പീഡ് ഞാനും കൂടെ പെട്ടെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് സ്പീഡിൽ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സ്പീഡ് ഇല്ലാതെ പോകും. ഓക്കെ, കാരണം ഞാനത് മെല്ലെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളും അത് ആ ഒരു രീതിയിൽ ചെയ്ത് പോകും. നമുക്ക് സ്പീഡ് കിട്ടാണ്ട് വരും. അപ്പൊ പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പെർസെന്റേജുകൾ 1% ഇത്രയാണ്, 10% ഇത്രയാണ് എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എന്താണ്? കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദീസ് 73,000 അല്ലെ അറ്റ് ദ റേറ്റ് ഓഫ് interest 10% per annum for 125 days, not a leap year എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു ഇയറിനെയാണ് ലീപ് ഇയർ എന്ന് പറയാം. അവിടെ 366 ദിവസമാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക അല്ലെ? ലീപ് ഇയർ അല്ലാത്ത വർഷത്തിൽ 365 ദിവസമായിരിക്കും ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് 73,000 രൂപയ്ക്ക് അല്ലെ? നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം 73,000 രൂപയുടെ 10% നിങ്ങൾ ആദ്യം കാണാം. ഒരു വർഷത്തേക്ക് എത്ര രൂപ കിട്ടുന്നത് നമുക്ക് നോക്കാം. 73,000ത്തിന്റെ 10% എത്രയാണ്? 73,000ത്തിന്റെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 7,300 ആണെന്ന് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശയാണ് എന്ന് വെച്ചാൽ എത്ര ദിവസത്തേക്ക്? 365 ദിവസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് എത്ര പലിശ കിട്ടും? 365 ഡേയ്സിന് 7,300 രൂപ അല്ലെ? 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡേയ്സ് ആയിരുന്നു? ലീപ് ഇയർ അല്ലാത്തതുകൊണ്ട് 365 ഡേയ്സ് 7,300 രൂപ പലിശ കിട്ടുമെങ്കിൽ ഒരു ഡേക്ക് എത്ര പലിശ കിട്ടും? അതെന്താ ചെയ്യണം? 7,300നെ നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? 365 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചോദ്യം എത്ര ഡേയ്സിനാണ്? 125 ഡേയ്സിന് എത്ര കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 7,300നെ 365 വെച്ച് ഹരിച്ചിട്ട്, അതായത് ഒരു ദിവസത്തെ പലിശയെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 125 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ഇനി വെട്ടിച്ചെറുതാക്കാം. നമുക്കറിയാം 365ന്റെ ഇരട്ടിയാണ് 730 അല്ലെ? 360ന്റെ ഇരട്ടി 720. അപ്പൊ 365ന്റെ ഇരട്ടി ഓട്ടോമാറ്റിക്കലി 730 ആയിരിക്കും. അപ്പൊ അവിടെ 2 പ്രാവശ്യം പോകും അല്ലെ? പിന്നെ അവിടെ ഒരു പൂജ്യം ഉണ്ട്, ആ പൂജ്യം കൂടെ എഴുതി. 20 × 125 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 125 × 2 250, ഒരു പൂജ്യം കൂടെ. സോ എത്രയായിരിക്കും? 2,500 രൂപയായിരിക്കും 125 ദിവസത്തേക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്ന സാധനം. സോ ഒന്നും കൂടെ, മൊത്തം 73,000 രൂപയായിരുന്നു ഞാൻ അവിടെ നിക്ഷേപിച്ച് എനിക്ക് ബാങ്ക് തരാന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് കണക്കൂട്ടി? ആദ്യം ഒരു വർഷത്തേക്ക് എത്ര പലിശ കിട്ടും നോക്കി. സോ 73,000ത്തിന്റെ 10%. അപ്പൊ എത്ര കിട്ടാ? 7,300 രൂപ കിട്ടും. ഈ 7,300 എന്ന് പറയുന്നത് 365 ദിവസത്തേക്കുള്ള പലിശയാണ് അല്ലെ? അപ്പൊ ഒരു ദിവസത്തേക്ക് എത്ര പലിശ കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 7,300നെ 365 വെച്ച് ഡിവൈഡ് ചെയ്തു.
സോ നമുക്ക് കിട്ടി 20 എന്ന് കിട്ടി. ഓക്കെ, അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഒരു ദിവസത്തേക്ക് 7300/365 ആണ്. സോ ഇനി 125 ദിവസത്തേക്ക് എത്ര കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 7300/365 ഇൻറ്റു 125 ഗുണിച്ചു. അപ്പൊ നമുക്കറിയാം 7300 365 20 പ്രാവശ്യം, അപ്പൊ 20 ഇൻറ്റു 125 നമുക്ക് എത്ര കിട്ടും? 2500 രൂപ എന്നായിരിക്കും കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ അല്ലെ? ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു, അത് 2640 രൂപ 4 വർഷം കൊണ്ടായി അല്ലെ? പലിശ മാത്രമല്ല, ഞാൻ ഇട്ട പൈസയും കൂടെ ചേർത്തിട്ട് 2640 രൂപ 4 വർഷം കൊണ്ടായി, 2960 രൂപ 6 വർഷം കൊണ്ടായി. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ 2 വർഷം കൊണ്ട്, 4ാമത്തെ വർഷം മുതൽ 6ാമത്തെ വർഷം വരെ ഈ 2 വർഷം കൊണ്ട് എത്ര രൂപ എനിക്ക് പലിശ കയറി എന്നൊന്ന് ആലോചിച്ച് നോക്കി. 2960 6 വർഷം കൊണ്ടായി അല്ലെ? 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് 2640 ആയിരുന്നു. അപ്പൊ 2960 നിന്ന് 2640 കുറയ്ക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 0 6 4 പോയ 2 അല്ലെ, 9 6 പോയ 3 അല്ലെ? അപ്പൊ 320 രൂപയാണ് കൂടിയിരിക്കുന്നത് അല്ലെ? ഇൻ 2 ഇയേഴ്സ്. ദാറ്റ് മീൻസ് 4ാമത്തെ വർഷം മുതൽ 5ാമത്തെ വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം ആകുമ്പോഴേക്ക് 2 വർഷം കൊണ്ട് പലിശ 320 രൂപ കൂടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ എത്രയായിരിക്കും? ഒരു ഇയറിലെ പലിശ എത്രയായിരിക്കും? 300 രൂപയുടെ പകുതി ആയിരിക്കില്ലേ അല്ലെ? കാരണം അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ 300 രൂപയുടെ പകുതി 320/2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 320/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 160 രൂപയായിരിക്കും പലിശ വന്നത് അല്ലെ? അപ്പൊ 160 രൂപ പലിശ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. 160 രൂപയാണ് അപ്പൊ ഒരു വർഷത്തെ പലിശ. കാരണം സാധാരണ ഇൻട്രസ്റ്റില്, സിമ്പിൾ ഇൻട്രസ്റ്റില് എല്ലാ വർഷവും എനിക്ക് സെയിം പലിശ ആയിരിക്കും കിട്ടുക. അപ്പൊ 4ാമത്തെ വർഷം മുതൽ 6ാമത്തെ വർഷം ആകുമ്പോഴേക്കും, അതായത് 2 വർഷം കൊണ്ട് ഈ എമൗണ്ട് 320 രൂപ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 300 രൂപയുടെ പകുതി 160 രൂപയായിരിക്കും കൂടിയിട്ടുണ്ടാവാം അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാ വർഷവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ എത്ര രൂപ വെച്ചിട്ടാണ്? 160 രൂപ വെച്ചിട്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് എത്ര രൂപ പലിശ എനിക്ക് കയറിയിട്ടുണ്ടാവും? ആദ്യത്തെ 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 വർഷം കൊണ്ട്, ഏത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് 4 വർഷത്തിന് കണക്കെടുക്കുന്നു. അപ്പൊ ഒരു വർഷത്തിന്റെ പലിശ 160 രൂപയാണെങ്കിൽ 4 വർഷം കൊണ്ട് 160 ഇൻറ്റു 4 എത്രയാണ് കയറിയിട്ടുണ്ടാവുക? 640 രൂപ പലിശ കയറിയിട്ടുണ്ടാവും അല്ലെ? 6 4 24, ബാക്കി 2, ഒരു 4 4 2 640 രൂപ പലിശ കയറിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ഇട്ട പൈസ എത്രയായിരിക്കും? 2640 640 രൂപ 4 വർഷത്തെ പലിശയാണെങ്കിൽ ഞാൻ ഇട്ട പൈസ എത്രയായിരിക്കും? 2000 രൂപയായിരിക്കും അല്ലെ? അപ്പൊ ഈ 2000ത്തിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എത്ര? 160. നമ്മൾ എന്താ ആലോചിച്ചാൽ ഈ 2000ത്തിന് എത്ര പെർസെന്റേജ് ആണ് 160 എന്ന് ആലോചിച്ചാൽ പോരെ? 2000ത്തിന്റെ 1% എത്രയാ? 1% എത്രയാ? ജസ്റ്റ് എന്ത് കുറച്ചാൽ മതി? 2 പൂജ്യങ്ങൾ കളഞ്ഞ 20 ആണ് അല്ലേ? അപ്പൊ 20ന് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 160 കിട്ടുക? യെസ്, 8 കൊണ്ട് ഗുണിച്ചാലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കുക, ഒരു വർഷത്തെ പലിശ 160 ആണ്, ഡിവൈഡഡ് ബൈ ഞാൻ ഇട്ട പൈസ 2000 ആണ്. അപ്പൊ 2000ത്തിന് എത്ര പെർസെന്റേജ് ആണ് 160 കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടുത്തെ 2 സീറോസും വെട്ടിപ്പോയി, ഒരു സീറോയും പോയി, 2 16 8 പ്രാവശ്യം. സോ അപ്പൊ എത്ര പെർസെന്റേജ് ആയിരിക്കും? 8% ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്ര മാത്രം കണക്ക് കൂട്ടാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ എല്ലാ വർഷവും സെയിം പലിശ വെച്ചാണ് കയറുക. 4 വർഷം കൊണ്ട് 2640 രൂപയും 6 വർഷം കൊണ്ട് 2960 രൂപയും ആയിട്ടുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് അവിടെ എത്ര രൂപ കൂടിയിട്ടുണ്ട്? 320 രൂപ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ 320 രൂപ സാധാരണ പലിശയായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അതിലൊരു വർഷം കൊണ്ട് 160 രൂപ കൂടി. സാധാരണ പലിശയാണെങ്കിൽ എല്ലാ വർഷവും സെയിം പലിശ ആയിരിക്കും കയറുക. അപ്പൊ ആദ്യത്തെ വർഷം എനിക്ക് കിട്ടുന്ന പലിശ എത്ര തന്നെയായിരിക്കും? 160 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 വർഷം കൊണ്ട് 2640 രൂപ ആയതിൽ 160 ഇൻറ്റു 4 640 രൂപ പലിശയായിരിക്കും. അപ്പൊ ഞാൻ ഇട്ട പൈസ എത്ര രൂപയായിരിക്കും? 2000 രൂപയായിരിക്കും അല്ലെ? അപ്പൊ ആ 2000ത്തിന്റെ എത്ര ശതമാനമാണ് 160 ഓരോ വർഷവും കിട്ടുന്ന പലിശ എന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇട്ടത് എന്നുള്ളത് കിട്ടും. സോ എത്രയാണ്? 2000ത്തിന്റെ 8% ആയിരിക്കും 160. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? 12000 രൂപ 5 വർഷം കൊണ്ടായി. 12800 രൂപ എത്ര വർഷം കൊണ്ടായി? 6 വർഷം കൊണ്ടായി അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ചെയ്ത അതേ ചോദ്യം തന്നെയാണ് അല്ലെ? എത്രയായിരിക്കും? 12000 രൂപ 5 വർഷം കൊണ്ടും 12800 രൂപ 6 വർഷം കൊണ്ടും ആയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് കയറിയിട്ടുണ്ടാവുക? 800 രൂപയാണ് ഒരു വർഷം കൊണ്ട് കയറിയിരിക്കണം അല്ലെ? ഒരു ഇയറിലെ പലിശ എത്രയാണ്? 800 രൂപയാണ്. ഇനി 5 വർഷം കൊണ്ട് അപ്പൊ എത്ര പലിശ കിട്ടിയിട്ടുണ്ടാവും? 800 ഇൻറ്റു 5 800 ഇൻറ്റു 5 എത്രയാണ്? 4000 രൂപ പലിശ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ 12000ത്തില് 4000 എന്തായിട്ട് കിട്ടിയതാണ്? പലിശയായിട്ട് കിട്ടിയതാണ്. സോ 12000 മൈനസ് 4000 എത്ര രൂപ? 8000 രൂപയായിരിക്കും ഞാൻ അവിടെ നിക്ഷേപിച്ച പൈസ അല്ലെ? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8000 രൂപയായിരിക്കും. ആ 8000ത്തിന്റെ എത്ര ശതമാനമാണ് 800? നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ? 8000ത്തിന്റെ എത്ര ശതമാനമാണ് 800? 10%. സിമ്പിൾ അല്ലെ? സോ നിക്ഷേപിച്ച പൈസ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ എത്ര വരെ കണ്ടുപിടിച്ചാൽ മതി? 8000 വരെ കണ്ടുപിടിച്ചാൽ മതി. എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് കൊണ്ട് ചെയ്യും. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ് ഫ്രം 12% per annum to 17% per annum, സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് വുഡ് ഇൻക്രീസ് ബൈ 200 in 5 years. അല്ലെ, 5 വർഷം കൊണ്ട്, അതായത് 12% ഒരു വർഷം പലിശ കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് 17% പലിശ കിട്ടുന്ന ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നതാവുക? 200 രൂപ കൂടും. എത്ര വർഷം കൊണ്ട്? 5 വർഷം കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഇയറിൽ എത്ര രൂപ കൂടുമായിരിക്കും? ഒരു ഇയറിൽ ഇൻക്രീസ് എത്രയാണ്? ഒരു ഇയറിൽ ഇൻക്രീസ് 200/5 എത്രയായിരിക്കും? 40 ആയിരിക്കും. അല്ലെ, ഇനി ഈ 40 എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും ഇവിടെ? അതായത് 12% ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് 17% ആയി എന്ന് പറയുമ്പോൾ എത്ര ശതമാനത്തിന് ഇൻക്രീസ് അവിടെ സംഭവിച്ചേക്കണേ? 5% ഇൻക്രീസ് ആണ്. അല്ലെ, സോ ആ 5% ആയിരിക്കും 40. അല്ലെ, 5% 40 ആണെങ്കിൽ എന്തിന്റെ? ഞാൻ ഇട്ട പൈസയുടെ 5% 40 ആണെങ്കിൽ വാട്ട് ഈസ് 10%? 80. അല്ലെ, ആൻഡ് വാട്ട് ഈസ് 100% ഓഫ് ദാറ്റ് എമൗണ്ട്? എത്രയായിരിക്കും? 100%. ഒന്നും നമ്മൾ നോക്കാനില്ല, 800 അല്ലെ. അപ്പൊ ഞാൻ എത്ര രൂപയായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക? 800 രൂപയായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക. അതായത് 12% 17% ആവുമ്പോൾ 5% ഡിഫറൻസ്. അത് ഒരു വർഷത്തിൽ 40 രൂപയാണെന്ന് നമ്മൾ 5 വർഷം കൊണ്ട് 200 രൂപയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്രയാണ്? 200/5 40 ആയിരിക്കും. അല്ലെ, സോ അങ്ങനെയാണെങ്കിൽ ആ 5% എന്ന് പറയുന്നത് 40 ആണെങ്കിൽ 10% 80 ആയിരിക്കും. 100% എത്രയായിരിക്കും? 800 ആയിരിക്കും. അപ്പൊ ഞാൻ ഇട്ട പൈസ എത്രയായിരിക്കും? 800 രൂപയായിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മുടെ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അല്ലെ, ഇതിനകത്ത് ചില സാധനങ്ങൾ എന്താണ്? 3 എണ്ണം ഒരേപോലെയാണ്, ഒന്ന് മാത്രം ഡിഫറെന്റ് ഉണ്ട്. ഏതാണെന്ന് അല്ലെ, സോ ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. FGH അല്ലെ, അത് 3ഉം അടുപ്പിച്ച് വന്നിരിക്കുന്നു. BCD ഒന്നിച്ച് വന്നിരിക്കുന്നു. HIG ഒന്നിച്ച് വന്നിരിക്കുന്നു. PQRSTU അല്ലെ, അതൊക്കെ ഒന്നിച്ച് വന്നിരിക്കുന്നു. ഇനി ഇവിടെ നോക്കൂ, ഇ എന്നുള്ളത് എങ്ങനെയാ വന്നിരിക്കുന്നത്? അപ്പൊ ആ ഒരു ആദ്യത്തെ 3 എണ്ണം എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അപ്പൊ ലാസ്റ്റത്തെ എന്തെങ്കിലും ഒരു സ്ഥാനത്തിലായിരിക്കും വ്യത്യാസം വന്നിട്ടുണ്ടാവും. അല്ലെ, സോ ഈ എന്ന് പറയുന്ന സാധനം ശരിക്കും ഇവിടെ വരേണ്ടതായിരുന്നു. അല്ലെ, അതായത് EFGH എന്ന് വരികയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അല്ലെ, അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ, ഈ ഫസ്റ്റത്തെ ലെറ്ററിന്റെ ഫ്രണ്ടിലുള്ള ലെറ്റർ ആണ് നമ്മൾ ലാസ്റ്റ് കൊണ്ട് വെച്ചേക്കണം. അല്ലെ, സോ ഇപ്പൊ ഈ ബിയുടെ ഫ്രണ്ടിലുള്ള ലെറ്റർ ആണ് A. അല്ലെ, എച്ചിന്റെ ഫ്രണ്ടിലുള്ള ലെറ്റർ ആണ് G. പിന്നെ എസിന്റെ ഫ്രണ്ടിലുള്ള ലെറ്റർ ആണോ? V അല്ല. അല്ലെ, അവിടെ ഏതാണ്? R ആയിരുന്നു വരേണ്ടത്. സോ ആ ഒരു ഇതനുസരിച്ച് ഇതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അല്ലെ, സിമ്പിൾ അല്ലേ? If A% B means A is the daughter of B, A and B means A is the wife of B, and A hash B means A is the son of B, then how is G related to Z in the expression B% G and H hash L and Z എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, നമ്മൾ റിലേഷൻ ചാർട്ട് വരയ്ക്കണം. സോ ആദ്യം നമ്മൾ V% G എന്ന് എടുക്കുന്നു. പെർസെന്റേജ് മീൻസ് എന്താണ്? V is the daughter of G എന്നാണ് പറയാം. അല്ലെ, V ആരുടെ മകളാണ്? ജിയുടെ മകളാണ്. അപ്പോ V is the daughter of G. That means V ഫീമെയിൽ ആണെന്ന് കിട്ടി. നമ്മളത് വരച്ചു. ഇനി അടുത്ത് എന്താണ്? ആൻഡ് H എന്ന് പറഞ്ഞാൽ G ആൻഡ് H എന്നുള്ള എടുക്കാം. ജിയും എച്ച് നമ്മളുടെ ബന്ധം ഇതാണ്. G എന്താണ്? ആൻഡ് എന്ന് പറയുമ്പോൾ G is the wife of H എന്നാണ്. അല്ലെ, അപ്പൊ G ആൻഡ് B എന്ന് പറയുമ്പോൾ G is the wife of H എന്നാണ്. സോ G വൈഫ് ആണെന്ന് പറയുമ്പോൾ ഫീമെയിൽ ആയിരിക്കും. അല്ലെ, ആരുടെ വൈഫാണ്? Hന്റെ വൈഫാണ്. സോ H മെയിൽ ആയിരിക്കും. അല്ലെ, അപ്പൊ ഭാര്യ ഭർത്താവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിനോഡ് ഞാൻ പലപ്പോഴും പ്ലസ് ആണ് ഇടാറ്. GH എന്ന് എഴുതി. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? H#L എന്നാ പറഞ്ഞത്. അല്ലെ, എച്ചും എല്ലും തമ്മിലുള്ള റിലേഷൻ എടുക്കുക. H#L. ഹാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A#B മീൻസ് A is the son of B. സോ H is the son of L എന്നാ പറയുന്നത്. അല്ലെ, അപ്പൊ H is the son of L എന്ന് പറയുമ്പോൾ എല്ലിനെ നമ്മൾ മുകളിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട്. മുകളിലേക്ക് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു L. ഓക്കെ, H is the son of L. L ഫീമെയിൽ ആണോ മെയിൽ ആണോ നമുക്ക് അറിയില്ല. കാരണം എച്ചിന്റെ അമ്മയാണോ അച്ഛനാണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അല്ലെ, ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് L ആൻഡ് സെഡ് എന്ന് പറഞ്ഞിട്ട്. L ആൻഡ് സെഡ്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആൻഡ് B എന്നാണ്. A is the wife of B. അപ്പൊ L is the വൈഫ് ഓഫ് സെഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? L ഫീമെയിൽ ആണ്, സെഡ് മെയിൽ ആണ്. അല്ലെ, അപ്പൊ ഇങ്ങനെ വരച്ചു. ഇവരും ഭാര്യയും ഭർത്താവാണ്. അപ്പൊ ഇനി ആര് തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഈസ് G റിലേറ്റഡ് ടു സെഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. G എങ്ങനെയാണ് സെഡുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. G അപ്പൊ ആരാണ്? സെഡിന്റെ, അല്ലെ, സെഡിന്റെ മകന്റെ ഭാര്യയാണ് G. അല്ലെ, സെഡിന്റെ മകനാണ് H, ആ Hന്റെ ഭാര്യയാണ് G. സോ എന്താണ്? ഡോട്ടർ ഇൻ ലോ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഡോട്ടർ ഇൻ ലോ ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഡോട്ടർ ഇൻ ലോ ആണ് ഇവിടുത്തെ ആൻസർ എന്നുള്ളത് മനസ്സിലാക്കും. G സെഡിന്റെ ഡോട്ടർ ഇൻ ലോ ആണ്. തിരിച്ചാണ് ചോദ്യങ്ങൾ. ഹൗ ഇസ് സെഡ് റിലേറ്റഡ് ടു G എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡ് ഭർത്താവിന്റെ അച്ഛനാണ്. അല്ലെ, അപ്പൊ എന്താണ്? ഫാദർ ഇൻ ലോ ആയിരിക്കും വരിക.
ഓക്കെ അല്ലേ? യെസ്. അടുത്ത 5 persons are standing in a row facing north എന്നാ പറയുന്നത് അല്ലേ? ഇപ്പൊ നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഡയറക്ഷൻ? നമുക്കറിയാം, ഡയറക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിയണം അല്ലെ? സോ ഏതാണ് നോർത്ത്? മുകളിലേക്ക് നോർത്ത്, ഇവിടേക്ക് സൗത്ത്, ഇവിടേക്ക് ഈസ്റ്റ്, ഇവിടേക്ക് വെസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നോർത്തിലേക്ക് 5 പേര് നോക്കി നിൽക്കുന്നുണ്ട് അല്ലെ? ജി ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സെക്കൻഡ് പ്ലേസ് ഓഫ് ദ റൈറ്റ് ഓഫ് ജെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമുക്ക് ആദ്യം ഈ ഒരു എന്താ പറയാ റോന് വരയ്ക്കാൻ പറ്റുന്ന 5 പേരുണ്ടല്ലോ. അപ്പൊ അതിൽ 5-ല് ആരുടെയെങ്കിലും പൊസിഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇഫ് എം ഈ സ്റ്റാൻഡിങ് സെക്കൻഡ് ഫ്രം ദ എക്സ്ട്രീം എൻഡ് എന്ന് പറഞ്ഞിട്ട്, എക്സ്ട്രീം റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടുത്തെ എക്സ്ട്രീം റൈറ്റ് ഏതാണ്? എപ്പോഴും മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ടീമിന്റെ റൈറ്റ് എന്ന് പറയുന്ന സാധനം, നമ്മളിങ്ങനെ മുകളിലേക്കാണ് നോക്കി നിൽക്കുന്നത്, നമ്മുടെ റൈറ്റ് ഏതാണ്? ഇവിടെയാണ് അല്ലെ? അപ്പൊ എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുന്ന ഇത് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സ്ട്രീം റൈറ്റ് എത്രാമതായിട്ടാണ്? എം രണ്ടാമതായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഈ സ്റ്റാൻഡിങ് സെക്കൻഡ് ഫ്രം ദ എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ്ട്രീം റൈറ്റ്. സോ അവിടെ നിന്ന് രണ്ടാമതായിട്ട് അവിടെ എം നിൽക്കുന്നു. ഇനി അപ്പൊ ബാക്കി 3 പേര് ഇപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊസിഷൻസ് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ പൊസിഷൻ കിട്ടാൻ പറ്റുന്ന ലെവലിൽ എന്തെങ്കിലും ചോദ്യം ആ ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ നമ്മൾ ഇത് എഴുതി, എം ഈ സ്റ്റാൻഡിങ് സെക്കൻഡ് ഫ്രം ദ എക്സ്ട്രീം റൈറ്റ് എന്ന് എഴുതി. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കണം? ജി ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സെക്കൻഡ് പ്ലേസ് ഓഫ് ദ റൈറ്റ് ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ജെ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് രണ്ടാമതാണ് ആര് നിൽക്കുന്നത്? ജി നിൽക്കുന്നത്. എവിടേക്ക്? റൈറ്റിലേക്ക് അല്ലെ? അപ്പൊ സപ്പോസ് ജെ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കാം. ജെക്ക് അവിടെ മാത്രമല്ല നിൽക്കാൻ പറ്റുക, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ജെക്ക് ഇവിടെ നിൽക്കാം. ജെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജി എവിടെ ആയിരിക്കും നിൽക്കുക? ജി ഇവിടെ ആയിരിക്കും നിൽക്കുക അല്ലെ? സെക്കൻഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെയാണല്ലോ. ഇനി മറ്റൊരു ഓപ്ഷൻ എന്താണല്ലേ? നമുക്ക് ഓൾറെഡി എമ്മിന്റെ പ്ലേസ് അറിയാം. സോ എമ്മിനെ നമ്മൾ ഇവിടെ വരച്ചു. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ജെക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ജെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സെക്കൻഡ് പ്ലേസിൽ ജീനെ നിർത്താൻ പറ്റുമോ? റൈറ്റ്, ജെയുടെ റൈറ്റിലേക്ക് സെക്കൻഡ് പ്ലേസിൽ എം ഓൾറെഡി അവിടെയുണ്ട്. അപ്പൊ ജെ എന്തായാലും ഇവിടെ ആയിരിക്കില്ല എന്ന് ഉറപ്പാണ്. പിന്നെയുള്ളത് ജെക്ക് ഇവിടെ നിൽക്കാം, അപ്പോ ജിക്ക് ഇവിടെ നിൽക്കാം അല്ലെ? സോ നോക്കൂ, ജെയുടെ രണ്ടാമത്തെ പ്ലേസിലാണ് ജി നിൽക്കുന്നത്. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? ഇനി ആകെ 2 പേരുടെയും കൂടെ കാര്യം പറയുന്നത്. എച്ച് ഈസ് നോട്ട് നെക്സ്റ്റ് ടു കെ എന്ന് പറയുന്നത്. എച്ച് കെയുടെ അടുത്തല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ളത് എച്ചും കെയും വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ അടുത്തടുത്ത് മാത്രമല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ അപ്പൊ എന്തായാലും ഇതല്ല എന്നുള്ളത് മനസ്സിലായി. സോ എച്ച് കെയുടെ അടുത്തല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ കെ ആയിരിക്കാം. ഇവിടെ എച്ചോ കെ ആയിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിലാണ് വരിക. ചോദ്യം എന്താണ്? എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ദ റോഡിൽ ആരാണ് നിൽക്കുന്നതാണ്? എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ ആരാണ് നിൽക്കുന്നത്? ജെ ആണ് അല്ലെ? സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും വരിക? അപ്പൊ ജെ ആയിരിക്കും. ഇങ്ങനെ ആലോചിച്ച് വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അത്രയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ അതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം, അത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പോ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എളുപ്പ വഴികളിലേക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് എത്തിക്കാം. ഇതിനേക്കാൾ എളുപ്പ വഴിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എപ്പോഴും സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ചത്തെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.